എൻ്റെ ഒരു ക്യാരക്ടറും ഈ ഒരു ജനറേഷനും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഞാൻ കുറച്ചും കൂടെ ഒരു കമേഴ്ഷ്യൽ സിനിമയുടെ ആളായിരിക്കും. എൻ്റെ ഒരു ചിന്താഗതി അങ്ങനെയായിരിക്കും. എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നതും അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്നതും എല്ലാം ആർട്ട് മൂവീസ് ആണെങ്കിലും ചിലപ്പോൾ ഞാൻ എടുത്തു വരുമ്പോൾ അതൊരു കമേഴ്ഷ്യലൈസ്ഡ് ആയി പോവായിരിക്കും. എനിക്കറിയില്ല, ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അതിന് തക്കോണം ഒരു സ്റ്റോറിയോ ഒന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ ഭാവിയിൽ അതെങ്ങനെ വരുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇത്രയും കാലം ഞാൻ വളരെ ചൂസി ആയിട്ട് തന്നെയാണ് നിന്നത്. കാരണം ഈ ഫിലിം തുടങ്ങി കുറച്ച് കാലം എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ റിലീസാവാനും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പലതും എനിക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും ഇത് തന്നെയായിരിക്കണം എൻ്റെ ഡെബ്യൂ എന്ന് എനിക്കൊരാഗ്രഹമാണ്. അതിന് തക്കോണം വലിയ ഓഫേഴ്സ് ഞാൻ റിജക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ വന്ന ഓഫേഴ്സിൽ വെച്ചിട്ട് എനിക്ക് തീർച്ചയായിട്ടും ഈ ഫിലിമിലൂടെ തന്നെ ആയിരിക്കണം ആൾക്കാർ എന്നെ അറിയുന്നത് എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഇറങ്ങിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഞാൻ ചൂസ് ചെയ്യായിരിക്കും. എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കണം, എനിക്ക് അത്രയും ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ക്യാരക്ടറായിരിക്കണം, എന്നാൽ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പം ഓരോ ഫിലിംസിലും പുതിയ പുതിയ നായികമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫിലിമിൽ കണ്ട നായിക പിന്നെ ഒരു 2-3 ഫിലിം കഴിഞ്ഞാൽ പിന്നെ ആരും കാണുന്നില്ല. പണ്ട് കാലത്ത് ഇപ്പോൾ നമ്മൾ മഞ്ജു വാര്യരോ അല്ലെങ്കിൽ കാവ്യ മാധവനോ അങ്ങനെയുള്ളവർ ചെയ്തിരുന്ന റോൾസ് ഒരുപാട് ഫിലിംസും ഒരുപാട് ശക്തമായ ക്യാരക്ടേഴ്സും അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ഫിലിംസിൽ ഓരോ ഫിലിം നമ്മൾ നോക്കുമ്പോഴും പുതിയ നായികമാരാണ് വരുന്നത്. നമ്മൾ നിവിൻ പോളിയുടെ ഫിലിമാണെന്നു പോകുമ്പോൾ ഓരോ ഫിലിമിലും ഓരോരോ നായികമാരായിരിക്കും. അല്ലെങ്കിൽ മാക്സിമം ആ ഒരു 3-4 നായകന്മാരുടെ കൂടെ പെയറായിട്ട് ഓരോരോ ഫിലിം കിട്ടി. അതിൽ കൂടുതൽ ഒരു കരിയർ ഇപ്പോഴത്തെ നായികമാർക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ടും നമ്മൾ നായികമാരില്ല എന്ന് പറഞ്ഞ് പിന്നെയും അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള ആൾക്കാരെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അമ്മ എപ്പോഴും പറയാറുള്ളത് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം എന്ന് തന്നെയാണ്. ചില കാര്യങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ ആ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ പറഞ്ഞു പോകും. അപ്പം നമുക്ക് നോ പറയേണ്ട കാര്യമാണെങ്കിൽ ഡെഫിനറ്റ്ലി നോ പറയണം എന്ന് തന്നെയാണ് അമ്മയുടെ അഡ്വൈസ് ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെല്ലാവരും ആരായാലും അമ്മയായാലും അച്ഛനായാലും ചേച്ചിയായാലും ഒക്കെ എല്ലാം എൻ്റെ ഇഷ്ടത്തിന് തന്നെയാണ് വിട്ടുതന്നിരിക്കുന്നത്. ഫൈനൽ കോൾ ഈസ് ഓൾവേസ് മൈൻ. അപ്പോൾ ഒരു ഓഫർ വന്നാലും എന്തായാലും ഉത്തരയുടെ തീരുമാനം എന്താണോ അതുപോലെ ആയിക്കോട്ടെ എന്നാണ് എപ്പോഴും പറയാറ്. ലെനിൻ സാർ സത്യം പറഞ്ഞാൽ ഒന്നും പറയില്ല. ഞാൻ ഫിലിമിന് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്തും ഞാൻ വിചാരിച്ചു ഓരോ ഷോട്ട് കഴിയുമ്പോഴും സാർ എന്തെങ്കിലും പറയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. സാർ ഒന്നും പറയില്ല. അത് കഴിഞ്ഞ് ഫിലിം കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിക്കും സാർ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുമായിരിക്കും എന്ന് ഒന്നും പറഞ്ഞില്ല. പ്രിവ്യൂ കഴിഞ്ഞപ്പോഴും എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു, എന്ത് തോന്നി എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര കഴിഞ്ഞതിൻ്റെ ഒരു ഇമോഷണൽ ഇതിലൊക്കെ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും സാർ ഒന്നും വേണ്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ആ സെറ്റിലുണ്ടായിരുന്ന പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ലെനിൻ സാറ് പറഞ്ഞു, ഫിലിം കാണാത്തവർ പോലും എന്നോട് പറഞ്ഞു ലെനിൻ സാറ് പറഞ്ഞു ഉത്തരം ഇത്രയും ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ഇത്രയും നന്നായി ചെയ്തിരുന്നു എന്ന്. അപ്പം സാറ് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ബാക്കിയുള്ളവരോട് പലരോടും പറഞ്ഞതായിട്ട് അറിഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അടുത്തത് എനിക്ക് തോന്നുന്നില്ല, ഞാൻ പ്ലാൻ ചെയ്യണ പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നത്. എല്ലാം ഈ പറഞ്ഞ നമ്മുടെ വിധി പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫിലിമിലേക്ക് വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങിത്തിരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് 12th കഴിഞ്ഞപ്പം തമിഴ് ഫിലിം ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിന് കുറച്ച് ടൈം എടുത്തു. അതിന് ശേഷം ഇടവപ്പാതി വരാൻ ടൈം എടുത്തു, അത് റിലീസാവാൻ ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു, MA കഴിഞ്ഞു, ഡാൻസിൽ വേറൊരു കോഴ്സ് ചെയ്തു. അപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് ഇത്രയും സീരിയസ് ആയിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബേസിക്കലി ഒരു ഇങ്ങനെ കൂട്ടത്തിൽ പഠിച്ചു പോകാമെന്ന് വിചാരിച്ചുള്ളൂ. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് ആ വഴിക്ക് തിരിഞ്ഞപ്പം ഇനിയിപ്പോൾ PhD ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഡാൻസും സിനിമയും കൂടെ ചേർന്നൊരു സബ്ജക്റ്റിൽ തന്നെ റിസർച്ച് ചെയ്യണം എന്നുണ്ട്. അങ്ങനെയായി. അതിൻ്റെ ഇടയിൽ ഡാൻസിൽ ഒരുപാട് ഷോസ് ചെയ്തു തുടങ്ങി, ഫെസ്റ്റിവൽസിന് പോയി തുടങ്ങി. അപ്പോൾ ഡാൻസ് കരിയറിലും ഇത്രയും സീരിയസ് ആവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഫിലിമിലേക്കായിരുന്നു ഞാൻ കൂടുതലും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഡാൻസിലേക്കാണ് ഇനി ഫ്യൂച്ചർ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇനി എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ഡാൻസും സിനിമയും ഈ റിസർച്ചും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ്.